കുറേ ദിവസമായി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ട്. അപ്പോഴത്തേക്കും ഞാൻ കരുതി ഇന്ന് വേറൊന്നുമല്ല, മനസ്സിലെ ലക്ഷ്യം ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഷുഗറുകാർക്ക് വരെ കഴിക്കാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സൂപ്പർ ഫുഡ്. നമ്മുടെ മുട്ട ഏറ്റവും നമ്പർ 1 സൂപ്പർ ഫുഡാണ്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു സാധനമാണ്. റൈസ് ഒഴിവാക്കിയിട്ട് നമുക്ക് പകരം റൈസിനേക്കാളും കാലറി കുറവാണ്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതൊരു 3-4 പീസ് കഴിച്ചേക്കണം ഉച്ചയ്ക്ക്. അത് മതി നമുക്ക് വയറ് നിറയാനും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. ഫൈബർ കണ്ടൻറ്റൊക്കെ നല്ല കൂടുതലാണ്. പണ്ട് പറയും ഷുഗറുകാർക്ക് കഴിക്കാൻ പാടില്ല എന്ന്, ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇതൊക്കെ കഴിച്ചോളാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം ഫ്രൈഡ് റൈസ് ആയിരുന്നു. നമ്മളിപ്പോൾ ഈ എന്താ പറയുക, പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ മന്തിയാണോ അല്ലെങ്കിൽ ബിരിയാണിയാണോ അങ്ങനെയുള്ള സാധനത്തെക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെ എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഫ്രൈഡ് റൈസ്. അതും മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം. അപ്പം ഞാൻ കരുതി ഇന്ന് സാധനം വാങ്ങിച്ചപ്പോഴത്തേക്ക് കുറച്ച് സാധനം എല്ലാം കൂടി വാങ്ങിച്ചാൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും അധികം എണ്ണയും പേടിക്കേണ്ട, വേറെ ഒന്നും അധികം നമുക്ക് അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നമ്മൾ തന്നെ സേഫായിട്ട് ഉണ്ടാക്കാമല്ലോ. ഒരിത്തിരിയൊക്കെ ടേസ്റ്റിൽ വ്യത്യാസം വരുമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചതേ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സകല പച്ചക്കറികളും അങ്ങ് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ബസ്മതി റൈസ് നമുക്ക് സാധാ റൈസിനേക്കാളും കാലറി കുറവാണ്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒനിയൻ്റെ ഇത് ഇട്ടിട്ടില്ലായിരുന്നു, അത് ഇട്ട് കൊടുത്ത് സ്പ്രിങ് ഒനിയൻ. അതിനുശേഷം കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയും സോസും എല്ലാം കൂടെ കയ്യിലിരുന്ന് എല്ലാം എടുത്ത് തട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 3 മുട്ടയോളം എടുത്ത് ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞാനും മക്കൾക്കും മാത്രമാണ് ഇത് കഴിക്കുന്നത്. കാര്യം വീട്ടിലുണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് എൻ്റെ കെട്ടിയവൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് അരിപ്പത്തിരി അതുപോലെ തന്നെ വെജിറ്റബിൾ കറി എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയാലും ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കിത് മതി. എന്നാലും കണ്ടാലും കൊതി വരുമല്ലോ. ആ ഒരു ടേസ്റ്റും അതേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത്ര ഒരു ഇത് വരത്തില്ല. നമുക്ക് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ട് നമ്മുടെ ഡയറ്റിന് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും മക്കൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. അപ്പോഴത്തേക്കും താഴേന്ന് ഒരാൾ പിടിച്ച് എന്നെ വലിക്കൽ എൻ്റെ ഇളയവനാണ് കേട്ടോ. അരിപ്പത്തിരിയും കറിയും ഒരാൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഇതാണ് നമ്മുടെ യെല്ലോ പാല്. അപ്പം മഞ്ഞയും വാങ്ങിക്കും നീലയും വാങ്ങിക്കും. നമ്മുടെ ഇവിടെ അവൈലബിൾ ആണത്. മഞ്ഞ അപ്പോൾ ലോ ഫാറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ. കാര്യം 1.5 ഉള്ളൂ. അതിൽ ഫാറ്റ് സാധാ പാലിൽ 3 ആണ് വരുന്നത്.